ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ മുളകിട്ടതാണ്, അല്ലെങ്കിൽ കപ്പ ഉപ്പേരി. എങ്ങനെ വിളിച്ചാലും കപ്പയാണ് ഇന്നത്തെ താരം. അതിപ്പോൾ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്താലും കപ്പയുടെ രുചി കൂടുക എന്നല്ലാതെ കുറയില്ല ഒരിക്കലും. നമ്മൾ മലയാളികൾ ഇഷ്ടത്തോടെ മുഴുവനും കഴിക്കുന്ന ഒരു നാടൻ വിഭവം കപ്പ തന്നെയായിരിക്കും. അപ്പം ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും. ഇനി ആ കപ്പയുടെ ലെവലിൽ നേരെയായിട്ട് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പച്ചവെള്ളമോ ചൂടുവെള്ളം എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 3 വിസിൽ വരുന്ന രീതിയിൽ അത് വേവിക്കാൻ വെക്കാം. 3 വിസിൽ കഴിഞ്ഞിട്ട് അത് തനിയെ പ്രഷർ പോകണ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള പാത്രത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേപ്പില മൂപ്പിക്കാം. വേപ്പില മൂപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് ചതച്ചിട്ടുള്ളൂ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 4 ടീസ്പൂൺ ചതച്ച മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പേരി മുളക് എന്നൊക്കെ പറയില്ലേ, ആ മുളക് 4 ടീസ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെറുതീയിൽ തന്നെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ ചതച്ച മുളകില്ലെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുക നമുക്ക് ഈ ചതച്ച മുളകാണ്. അപ്പോൾ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ വെന്ത് നിന്നിരിക്കണ കപ്പ അതിലേക്ക് ഇടാം. അത് നമുക്ക് ഒന്ന് ഊറ്റിയിട്ടാൽ മതി, അല്ലെങ്കിൽ വെള്ളത്തോട് കൂടിയിട്ട് ഇടണ്ട. എങ്ങനെ വന്നാലും കുറച്ച് വെള്ളം ആ കുക്കറിൽ ബാക്കിയായിരിക്കും. അപ്പോൾ ആ കപ്പ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഈ മസാല എന്നുവെച്ചാൽ ഈ മുളകും വെളുത്തുള്ളി ഈ മിക്സിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ശക്തിയൊന്നും എടുക്കണ്ട, അല്ലെങ്കിൽ നന്നായി ശക്തിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കപ്പ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിന് മേലെ ഒന്ന് തൂഴി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റുക. ഇതെല്ലാം ചെറു തീയിൽ വേണം ചെയ്യാൻ. കടുക് പൊട്ടിയതിന് ശേഷം ചെറു തീയിൽ വെച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ കഴിക്കാം. ഇനി മീൻകറി കൂട്ടിയിട്ടാണെങ്കിൽ ഇറച്ചിക്കൊപ്പോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ തന്നെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. നല്ല കട്ടൻ ചായയോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. ഇത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ.